ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചന ധ്യാനത്തിലേക്ക്, ഡെയിലി മന്നായിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിനും സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്ത് കേൾക്കുന്നു? ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ കേൾവി നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കുന്നു. എന്ത് വിശ്വാസം? കർത്താവിലാണ് രക്ഷ. കർത്താവിൽ വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് വിശ്വസിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനം എന്താണ്? നാം ക്രിസ്തുവിൻ്റെ വചനമെന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ആ രക്ഷണ്യ പ്രവൃത്തിയിൽ, അത് രക്ഷണ്യ പ്രവൃത്തി ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ ഒരു കാര്യത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. ഗലാത്യ ലേഖനം 3:2 പറയുന്നത്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നതാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? അല്ല എന്ന് നമുക്കറിയാം. കാരണം ന്യായപ്രമാണം എല്ലാം പാലിക്കുവാൻ നമുക്ക് വളരെ പ്രയാസമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ വിശ്വാസത്താൽ, എന്തിലുള്ള വിശ്വാസത്താൽ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങളുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു, ഇപ്പോൾ ഞാൻ വിശുദ്ധനായി തീർന്നിരിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ആ പ്രസംഗം കേൾക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് നാം സ്വീകരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെയും കർത്താവ് നമ്മൾക്ക് തരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും, എന്ന് വെച്ചാൽ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയായ കാൽവറിയിലെ യാഗത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള സുവിശേഷം ആണ് സത്യവചനം അല്ലെങ്കിൽ സത്യസുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം നാം കേൾക്കുകയും നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടിയും തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു. എന്ന് വെച്ചാൽ വിശ്വസിക്കുമ്പോൾ നാം കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ നമ്മളിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നാം വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. നാം വിശ്വസിക്കുമ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മൾക്ക് തരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുകയാണ്. നാം കർത്താവിനുള്ളവരായി തീരുകയാണ്. കർത്താവിനുള്ളവരായി തീരുമ്പോൾ നാം കർത്താവിൻ്റെ വഴിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനുള്ള ജീവിതമാണ് ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ
ഈ സത്യവിശ്വാസം നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെടുന്നതും. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും തെരുവായ്മൊഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് കേൾപ്പാൻ ചെവിയുള്ളവൻ? ഫിസിക്കലായിട്ട് നമുക്കൊരു ചെവിയുണ്ട്, അത് നമ്മൾ കേൾക്കും എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. കേട്ട് ഗ്രഹിക്കുമ്പോൾ നാം ആത്മാവിൽ ബലപ്പെടുന്നു. ആത്മാവിൽ നാം കർത്താവ് നമ്മുടെ രക്ഷകനാണെന്നും നമ്മുടെ കർത്താവാണെന്നും നമ്മുടെ ദൈവമാണെന്നും നാം മനസ്സിലാക്കുന്നു. അതാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ. അതായത് നമ്മുടെ സ്പിരിച്വൽ ഇയേഴ്സ് ആണ് തുറക്കപ്പെടുന്നത്. നമ്മുടെ ആത്മീയമായ കാതുകളാണ് തുറക്കപ്പെടുന്നതും നാം വിശ്വസിക്കുന്നതും. നാം ആ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെടുന്നു. നാം കർത്താവിനുള്ളവരായി തീരുന്നു. ഇങ്ങനെ കർത്താവിനുള്ളവരായി ജീവിപ്പാന്, വിശുദ്ധിയിൽ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.